EP ജയരാജൻ ആള് കുറച്ചുനാൾ കാണാനില്ലാതിരുന്നു. ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ആൾ ഇറങ്ങിയിരിക്കുന്നത്. ആശാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആന ഇറങ്ങുന്നത് പാർട്ടി മന്ത്രിയൊന്നും കുറ്റക്കാരനല്ല. ആന വരുന്നു പോകുന്നു, അതിന് തങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ശബരിമല സീസണിൽ ആന ശബരിമലയ്ക്ക് വരും, അങ്ങനെ എന്തോല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പിന്നെ നമ്മൾ പത്രങ്ങളൊക്കെ ദിവസം വായിക്കുന്നതല്ലേ, ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി ആന വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി പോലും, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പോളിറ്റ് ബ്യൂറോ പോലും തീരുമാനിച്ചിട്ടില്ല ആന വരണം. പിന്നെ ഇതിന് CPM നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നു. ശരിയല്ലേ പുള്ളി പറഞ്ഞത്? അതുപോലെ തന്നെ പുള്ളിയിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു പുതിയ വിവരം കിട്ടി. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ ആന കോട്ടയത്തേക്ക് വരും. ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. കോട്ടയത്തുകാരനാണ് ഞാൻ ഇതുവരെ. ഉപ്പ് തിന്നാൻ വേണ്ടി വരുന്നെന്ന്. ആനയ്ക്ക് ഉപ്പ് കഴിക്കാൻ അത്രയും കുട്ടിയാണ്. എങ്കിൽ കാട്ടിലോട്ട് ഉപ്പ് കൊണ്ട് കൊടുത്താൽ പോരെ? വനപാലകര്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞാൽ പോരെ വനം അവിടെ ഉപ്പ് കൊണ്ട് കൊടുക്കണം? അല്ല, ശബരിമലയിൽ പോണ ഒരു ഉപ്പും കൊണ്ടാണോ? വലിയ വിലയുള്ള സാധനമല്ലല്ലോ ഉപ്പെന്ന് പറയുന്നത്. ടാറ്റായുടെ പാക്കറ്റ് 10 രൂപയ്ക്ക് കിട്ടും. അതിന് പരിശോധിക്കേണ്ടി വരും. നെയ്ത്തേങ്ങയ്ക്ക് വരാം. ശബരിമല അയ്യപ്പന്മാർ ഉപ്പ് കൊണ്ടുപോയിട്ട് നെയ്ത്തേങ്ങയ്ക്ക് പകരം ഉപ്പ്. അതെ, ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഉപ്പിനോട് ഇത്ര ആർത്തി ഉണ്ടെന്ന് ഞാൻ സുവോളജി പഠിച്ച് അവിടെയൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഇത്രയധികം വിവരമുള്ള ഒരു CPM. അതെ, അല്ല പന്തളമല്ല, കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വിവരം ഞാൻ സുവോളജി പഠിച്ച കോട്ടയത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ശബരിമലയ്ക്ക് മദ്യം കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് പിന്നെ മദ്യപിച്ച് മതോന്മത്തരാകുന്ന ആനകളുമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഉപ്പ് തിന്ന് പ്രഷർ കൂട്ടുന്ന ആനകളും ആദ്യമായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി അതിന് പ്രഷറിനുള്ള ഗുളിക കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? എരുമേലി ഭാഗത്തെങ്ങാനുമായിരിക്കും ആന എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പന്തളത്തുകാരൻ എന്ന് പറയുമ്പോൾ ഈ മണികണ്ഠൻ ജനിച്ച നാടാണ് ഇവിടെ. പുലിപ്പുറത്ത് അദ്ദേഹം വന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ കാടുണ്ടായിരുന്നിരിക്കണം പണ്ടത്തെ. ആ കാലത്തെ കാര്യം വല്ലതും ആണോ പുള്ളി പറയുന്നത്? കോട്ടയത്ത് വന്ന് കേരളം ഇപ്പോഴാണല്ലോ വന്യജീവി ആക്രമണം കൂടുതലായിരിക്കുന്നത്. അതെ, സുവോളജി ഞാൻ പഠിച്ച ഒരു പാഠമെന്ന് പറയുന്നത്, പഠിച്ച ഒരു പാഠം പരിണാമം എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ വലിയൊരു വനമായിരുന്നു, വനമേഖലയായിരുന്നു. ആ വനമേഖല വെട്ടിത്തെളിച്ചാണ് അധിവാസങ്ങൾ ഉണ്ടായിട്ട് എല്ലാവരും താമസിച്ചത്. ഇപ്പോഴും അവശേഷിക്കുന്ന ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. മറ്റിടത്തെല്ലാം റോഡുകളും ഒക്കെ വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള കെട്ടിടങ്ങളും എല്ലാം പണിഞ്ഞ്, ഇടുക്കി ആയാലും ശരി വയനാടായാലും ശരി, നമ്മുടെ ലാഭക്കൊതി മൂത്തിട്ട് നമ്മൾ അവിടെ പോയി റിസോർട്ടുകളും വെച്ച് ഹോട്ടലുകളും വെച്ചൊക്കെ താമസിച്ചു. അതിനെല്ലാം ചിലവായത് വനമാണ്. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. അത് മുഴുവൻ തകർത്ത് നമ്മൾ കുടിയേറിയും ഒക്കെ. വോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പട്ടയങ്ങൾ സൗജന്യമായിട്ടും കൊടുത്തു. അതാണ് സംഭവം. ആദിമനിവാസികളാണ് ഇവിടുത്തെ ആദിമനിവാസികളെന്ന് പറയുന്നത്. നമ്മുടെ ഗോത്രവർഗ്ഗക്കാരല്ല. ആനകളും പുലികളും കടുവകളും സിംഹങ്ങളും ഒക്കെ വിഹരിച്ചിരുന്ന സ്ഥലമാണിത്. അവരുടെ സൗജന്യത്തിലാണ്, അത് വെട്ടിത്തെളിച്ച ഭൂമിയിലാണ് നമ്മൾ ഈ മനുഷ്യർ ജീവിക്കുന്നത്. അവരിൽ ഈ എണ്ണമറ്റ ജീവികളിൽ, ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ. ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയൊന്ന് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും. അതുതന്നെയാണ് സത്യവും. എന്നിട്ട് നമ്മൾ ഈ ആന ശബരിമല തൊഴാൻ വേണ്ടിയിട്ട് ആന പോകുന്നുണ്ട്. കണ്ടിരിക്കും. അപ്പോൾ ഹിന്ദുവാണോ, സനാതനാർമിയാണോ, അങ്ങനെയാണോ, കെട്ടും കെട്ടി ആയിരിക്കുമോ പോകുന്നത്? ഇതൊന്നും എനിക്കറിയില്ല. മുഹമ്മദ് അലി ഇന്ത്യക്ക് വേണ്ടി ധാരാളം സ്വർണ്ണ മെഡൽ നേടിയതാണെന്നുള്ളതാണ് ക്ലാസിക് വിറ്റ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞ വിറ്റ് ഞാൻ കേട്ടിട്ടുള്ളത്. പത്രക്കാരോ പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എനിക്ക് തോന്നുന്നു അതുപോലെ ആരോ ഇദ്ദേഹത്തെ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടോ ചക്കക്കൊമ്പൻ ചക്ക തിന്നാൻ വരും, അരിക്കൊമ്പൻ അരി തിന്നാൻ വരും, അല്ല ഉപ്പെടുത്ത് നിന്ന് ചോറായിട്ട്. ഇതെന്താ കുഴപ്പമുണ്ട്? കാട്ടിൽ പോലും ആവശ്യത്തിന് വെള്ളം, അവസ്ഥ ഉപ്പ് കുടിച്ച് ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കുമെന്നാണല്ലോ. അല്ലെങ്കിൽ ആന ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കാൻ വെള്ളം എവിടെ? കാട്ടിനകത്ത് പോലും ഇല്ല ഈ പൊരിവെയിലത്ത്. അല്ല, അതാണ് ഇതിന്റെ പ്രശ്നം. ഈ വനംവകുപ്പ്, അത് മറ്റൊരു കാര്യമാണ്. ഈ വനംവകുപ്പിന് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഈ കാട്ടിൽ തന്നെ കുളങ്ങൾ തമിഴ്നാടും കർണാടകയും എല്ലാം അവിടെ കുളങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒന്നും ചെയ്യുന്നില്ല. അവർ ഇങ്ങനെ വനം വകുപ്പിന്റെ കെട്ടിടങ്ങളെല്ലാം അങ്ങ് മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്. വനം വകുപ്പിലെ ജീവനക്കാർക്ക് നല്ല സുഖം തന്നെ. അത് തന്നെ. അതുപോലെ ജനങ്ങൾ ഇവിടെ കൊല്ലപ്പെടുകയാണ്. അല്ല, ദിനേന ഗോത്രവർഗ്ഗക്കാരുൾപ്പെടെ ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ആനകൾ അവരുടെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള പഴയ പുലി കടുവ എല്ലാം വന്നിട്ട് ഇങ്ങനെ കൊന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രിസഭയ്ക്ക് ഇതിലെന്താ ഉത്തരവാദിത്വം? ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളുടെ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നല്ലോ, ആന ഇറങ്ങുന്നത് പാർട്ടി പറഞ്ഞിട്ടാണോ, മന്ത്രി പറഞ്ഞിട്ടാണോ? മന്ത്രി പറഞ്ഞിട്ടാണ്.
അങ്ങനെ വലിയ എല്ലാ കാര്യത്തിനും ഒരു കിഫ്ബി, കേരളത്തിന് കിഫ്ബി ടോൾ പിരിക്കുന്നത് അത് മന്ത്രി പറഞ്ഞിട്ടാണോ? ആണല്ലോ. ആ കടം ഉണ്ടായതോ അത് നിങ്ങൾ പറഞ്ഞു, ആ ഉത്തരവാദിത്വമെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതൊന്നും അവരുടെ പറ്റില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. അല്ല, അദ്ദേഹത്തിന് ഇതും പറയാമായിരുന്നല്ലോ. വയനാട്ടിൽ ആ ഉരുൾപൊട്ടലുണ്ടായത് അവർ പറഞ്ഞിട്ടാണ്. ഒന്നും ചെയ്യണ്ട അവിടെ. വേറെ ഏതോ പ്രകൃതി ശക്തികൾ ഉണ്ടാക്കിയ കാര്യം അവിടെ എന്തിനാ ചെയ്യാൻ പോകുന്നത്? അതങ്ങനെ സംഭവിക്കും. ആ പ്രകൃതി മഴയൊക്കെ പെയ്യുമ്പോഴും കാട് നശിപ്പിക്കുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കും. അത് ഞങ്ങളെന്ത് വേണം? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പോരെ? ഇതുവരെ അത്തരം ഒരു ഉത്തരം ഒരു ബുദ്ധിജീവിക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇദ്ദേഹം അത് കണ്ടുപിടിച്ച് വളരെ വിദഗ്ധമായിട്ട് അത് ശരിക്കും എനിക്ക് വന്ന വാരിക്കുഴി വീണ ആനയെ പോലാണിപ്പോൾ. ഇതുപോലെ ഒരു അബദ്ധം ആരോ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അത് വീണ് കിടന്നു. അദ്ദേഹം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്താണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇതേപോലത്തെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ, സ്ഫോടനങ്ങൾ അദ്ദേഹം. കാരണം പണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം ഉണ്ടായി. ഈ ജാവ്ദേക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ചയെ കുറിച്ച് അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടെണ്ണൽ നടക്കുകയാണ്, അന്ന് തുറന്നു പറഞ്ഞു. പിന്നീട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് പരിപ്പോടയും അങ്ങനത്തെ ഒരു പുസ്തകമായിട്ട് അന്ന് അദ്ദേഹം ഇതുപോലെ രംഗത്ത് വന്നു. ഇപ്പോൾ വീണ്ടും രംഗത്ത് വരികയാണ് അദ്ദേഹം. പാർട്ടിക്ക് അദ്ദേഹം തലവേദനയായി മാറിയില്ലേ? സത്യമാണ്. ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇയാളൊരു എക്സ്പെർട്ടിനെ പോലെ രാഷ്ട്രീയം പറഞ്ഞാൽ പോലെ എക്സ്പെർട്ടിനെ പോലെ സംസാരിക്കണം. ഞാൻ പറയട്ടെ, ഇതിനകത്തിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെയിനുണ്ട്, ജീവജാലങ്ങളുടെ ഒരു ചെയിൻ. അതിൽ ഫുഡ് പ്രൊഡ്യൂസേഴ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വർഗ്ഗം ജീവികൾ എന്ന് പറഞ്ഞ സസ്യങ്ങളാണ്, പച്ച നിറമുള്ള സസ്യങ്ങൾ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കഴിക്കുന്ന വെജിറ്റേറിയൻസ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആ ജീവികളെ പിടിച്ചു കഴിക്കുന്ന കാർണിവോഴ്സ്. ആ കാർണിവോഴ്സിനെയും പിടിച്ചു കഴിഞ്ഞ ടേർഷറി എന്ന് പറയുന്ന മൂന്നാമത്തെ അവസ്ഥ. അങ്ങനെ ഇതൊരു ചെയിനായിട്ട് തുടങ്ങും. എന്നിട്ട് ഇതിൻ്റെ ശരീരങ്ങളെല്ലാം കൂടെ മണ്ണിൽ നിന്ന് വളമായി വീണിട്ട് ആ വെള്ളത്തിൽ നിന്ന് വീണ്ടും സസ്യങ്ങൾ ജനിക്കുന്നു. ഈ ചക്രം ഇങ്ങനെ ആവർത്തിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒരു പ്രദേശം, ഇപ്പോൾ തേക്കടി പോലൊരു പ്രദേശത്ത് സങ്കല്പത്തിന് സപ്പോസ് ആനകളുടെ എണ്ണം കൂടുകയാണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് കാടിന് ഗുണമാണോ ഉണ്ടാവുക? അല്ല, ദോഷമാണ്. അവിടുത്തെ പുല്ലും ചെടികളും സസ്യങ്ങളും മുഴുവൻ നശിപ്പിച്ചു, കാട് നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു ഇക്കോസിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള ബാലൻസ് ഉണ്ട്. എന്തു ചെയ്യും? അവിടുത്തെ പുലികളും കടുവകളും രംഗത്തിറങ്ങും. അവിടെ നിന്ന് ആനകളെ ഇല്ലാതാക്കും, ആനകളെ അവിടെ നശിപ്പിക്കും, കൊല്ലുകയോ തിന്നുകയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ആനകളുടെ പോപ്പുലേഷൻ അവിടെ നിയന്ത്രിച്ച്, മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ പോപ്പുലേഷനിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കാട് പഴയ അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ വീണ്ടും അവിടെ പച്ചിലകൾ തളിർക്കാൻ തുടങ്ങും. അതിൽ ആ ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് കോടാനുകോടി വർഷങ്ങളോളം ഇത് നിലനിന്നത്. ഇവിടെ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കാടുകളുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു വിസ്തൃതി ഉണ്ടല്ലോ, സ്ക്വയർ ഫീറ്റ് കണക്കിലുള്ള ആ വിസ്തൃതി, അത് നമ്മളങ്ങ് നശിപ്പിച്ചു. റിസോർട്ടുകളും നമ്മുടെ താമസവും ജനസംഖ്യ നമ്മുടെയും കൂടി. നമ്മൾ എന്നിട്ട് പറയുന്ന ആനയുടെ ജനസംഖ്യ കൂടിയെന്നാണ്. ആനയ്ക്ക് ബുദ്ധിമുട്ടാക്കി മനുഷ്യൻ്റെ ജനസംഖ്യ കൂടിയതുകൊണ്ടാണ് പ്രശ്നമെന്ന് ആന പറയും. ഇവിടെ നമുക്ക് ലഘുവായിട്ട് പ്രയോഗിക്കാവുന്ന സൊല്യൂഷൻസ് ഉണ്ട്, തമാശകൾക്കപ്പുറം. അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന യാതൊരു പ്രയോജനവും ഇല്ലാത്ത കോർപ്പറേഷന് കീഴിൽ ധാരാളം വനങ്ങളല്ല തോട്ടങ്ങളുണ്ട്, വെറുതെ കിടക്കുക. എണ്ണപ്പനത്തോട്ടമുണ്ട്, തേക്ക് തോട്ടമുണ്ട്, യൂക്കാലിപ്റ്റസ് തോട്ടം. അല്ല, അതിൽ മറ്റൊരു തമാശ, ഇത്തരം മരണമുണ്ടായപ്പോൾ ഇന്നലെ ഒരു 50 ലക്ഷം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് വയനാടിന് വേണ്ടി, വന്യജീവി ശല്യം പരിഹരിക്കാൻ. 50 ലക്ഷം. അതെ, പ്രസ് ക്ലബിന് കൊടുക്കുന്ന തുക പോലും ഇല്ല. ഇപ്പം ഈ കേസിൽ രണ്ടാം പ്രതിയായിരിക്കുന്ന KN ആനന്ദകുമാറിനെ കൊടുത്തുകൊണ്ട് പോകുന്ന ബജറ്റിൽ അനുവദിച്ചു പോകുന്ന തുക പോലും ഇല്ലല്ലോ ഇതിൽ. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തോട്ടങ്ങൾ ഏക്കർ കണക്കിനുണ്ട്. ആ തോട്ടങ്ങളിലേക്ക് ആനകളെ പായിച്ചു വിടണം. ആ തോട്ടങ്ങളിൽ എന്നിട്ട് പായിച്ചിട്ടാൽ പോരാ, അതിന് യൂക്കാലിപ്റ്റസ് ഒന്നും ജീവിക്കാൻ പറ്റില്ല. അതിന് നടുക്ക് കുളങ്ങളുണ്ടാക്കി വെക്കണം, താങ്കൾ ഈ പറഞ്ഞ പോലെ. അവിടെ അതിനാവശ്യമായിട്ടുള്ള കൃഷിയും കൂടി ചെയ്യണം. കൈതച്ചക്ക ഇഷ്ടമുള്ളതാണ്, ചക്ക ഇഷ്ടമുള്ളതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ലഭ്യമാക്കണം. ജയരാജൻ പറഞ്ഞ ഉപ്പ് ലഭ്യമാണെങ്കിൽ ചാക്ക് കണക്കിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കുക. വെള്ളം കൂടെ കരുതി വെക്കണം. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ റേഷൻ കടയിൽ എയർ ഇന്ത്യയിൽ കൊണ്ടുപോയാൽ മതിയോ? അതെ, എന്നിട്ട് ഈ ചാക്ക് കണക്കിനുള്ള അരിയുടെ മണം പിടിച്ചാണ് ഈ ആനക്കൊമ്പനുമൊക്കെ വരുന്നത്. അപ്പോൾ വലിയ നീണ്ട മൂക്കല്ലേ അതിൻ്റെ തുമ്പിക്കൈ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എയർ ഇന്ത്യയിലെ ഇൻഡിഗോ അല്ലേ അദ്ദേഹത്തിന്റെ? ഇൻഡിഗോക്കാർ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ കേവ് 10 കണക്കിനുള്ള ഭാരത്തിന്റെ താങ്ങേണ്ടതായിട്ട് അവസ്ഥ അതിന് വന്നില്ല. പിന്നെ ഇപ്പൊ എല്ലാം മാറി, ഇദ്ദേഹം കയറുന്നില്ലല്ലോ. അപ്പോൾ ഉപ്പ് കയറ്റി വിടാം. കയറി തുടങ്ങി. പഴയ അഭിപ്രായമൊക്കെ മാറി. ഇൻഡിഗോ എന്ന് പറയുന്ന ഇന്ത്യയിലെ അത്യാവശ്യം വേണ്ടെന്ന്, വേറെ
ഇൻഡിഗോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയായിട്ട് നടക്കുന്ന ഒരു ഫ്ലൈറ്റാണ്. അത് എയർ ഇന്ത്യയെക്കാളും ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുള്ളവർ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമല്ലോ, തല്ലിപ്പൊളി എയർ എന്ന് പറഞ്ഞ് കയറുന്നുണ്ട്. ഒരു ദിവസം ഇപ്പൊ ഡൽഹിയിലെത്തി കയറുന്നുണ്ട് ഇപ്പം. അപ്പോൾ പോട്ടെ, പാവം മനുഷ്യൻ. അദ്ദേഹത്തിനെ നമ്മൾ അധികം കളിയാക്കി കഴിയും, അദ്ദേഹത്തിൻ്റെ പ്രഷർ കൂട്ടണ്ട. കാരണം പാർട്ടിക്കാർ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, ഇനി നമ്മളും കൂടെ ആക്രമിക്കണം. ഈ പറഞ്ഞത് ചെയ്യേണ്ട കാര്യം, ജയരാജൻ പറയേണ്ട കാര്യം, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ജയരാജ, ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടൊന്നും അല്ല ആനകൾ വരുന്നത് ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്വം ഭരണഘടന നൽകിയിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുകയും അതുപോലെ തന്നെ മോദി തകർത്തു എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്ന ഭരണഘടന ഉണ്ടല്ലോ, ആ അതുപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ഈ തോട്ടങ്ങളിലേക്ക്, വെറുതെ കിടക്കുന്ന തോട്ടങ്ങളിലേക്ക് വന്യജന്തുക്കളെ അങ്ങോട്ട് വിട്ടോളൂ. അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കൂ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനുള്ള ഫണ്ടുണ്ടാവും, അത് വെച്ച് അവർ ചെയ്യട്ടെ. എന്നിട്ട് ചുറ്റും നിങ്ങൾ മുൾവേലിയോ എന്തെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വനസഫാരിക്കുള്ള ഇടമായിട്ട് അത് മാറ്റും. ഞാനീ പറയുന്നത് വിഡ്ഢിത്തമല്ല. ലോകരാജ്യങ്ങളൊക്കെ സ്വീകരിച്ചു പോരുന്ന ഒരു നയമാണ്. സിംഹത്തിനെയും അതുപോലെ തന്നെ പുലിയെയും മാനിനെയും എല്ലാം നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ആവാസ വ്യവസ്ഥ. നമുക്ക് ചുറ്റും വണ്ടി ഓടിച്ചത് കാണാം. നമ്മുടെ കൂടുതലൊന്നും നമ്മുടെ കേരളത്തിൽ തന്നെ അത് നടപ്പാക്കിയിട്ടുണ്ട്. അതായത് പൊന്മുടിക്കടുത്ത് ഒരു സിംഹ സഫാരി ഉണ്ട്. അവിടെ പോയ സിംഹങ്ങളെ നമുക്ക് നേരിട്ട് കാണാം, പുറത്ത് നിന്നിട്ട് നേരിട്ട് കാണാം. അവർക്ക് ആഹാരം കൊടുക്കുന്നതൊക്കെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് കാണാം, വേലി വെച്ചിട്ടുണ്ട്. അതുപോലെ അവയെ കാണത്തക്ക സൗകര്യത്തിൽ നമുക്ക് അടുത്ത് കൊണ്ടുവരത്തക്ക രീതിയിലുമൊക്കെ നമുക്ക് കാര്യങ്ങൾ സംവിധാനം ചെയ്യാൻ ചിട്ടപ്പെടുത്താൻ പറ്റും. അതിനൊക്കെ ഒരു ഇച്ഛാശക്തി വേണം, അതുപോലെ തന്നെ ഒരു ആസൂത്രണം വേണം. ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളുകൾ ചത്തു കഴിയുമ്പോൾ ഞങ്ങളെന്ത് വേണം ആനയുടെ പോപ്പുലേഷൻ കൂടിയതിന് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ പോപ്പുലേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് റേഷൻ അരി വിതരണം ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറയുന്ന പോലൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആളുകൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ ജീവന രക്ഷ പറ്റിയ റിസോർട്ടുകളൊക്കെ സ്ഥാപിച്ചും ആനത്താരകളിൽ പോലും റിസോർട്ടുകൾ സ്ഥാപിച്ചും ഒക്കെയാണ് ഇതാകെ തകിടം മറിച്ചത് നിങ്ങളെങ്കിലും. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും ആ എലിഫൻറ്റിൻ്റെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്, കാടിൻ്റെ അളവ് കുറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആനകൾക്കറിയാത്ത ഒരു കാര്യം, കേരളം വേറെ സംസ്ഥാനമാണ്, തമിഴ്നാട് വേറെ സംസ്ഥാനമാണ്, കർണാടകം വേറെ സംസ്ഥാനമാണെന്നൊന്നും ആനയ്ക്കറിയില്ല. അതിൻ്റെ സ്ഥലമാണത്, അതിനത്രേ അറിയുള്ളൂ. സംസ്ഥാനമാക്കി ഇതിവിടെ പിണറായി വിജയനാണല്ലോ ഭരിക്കുന്നത്, ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് ചിന്തിക്കില്ല. ജയരാജൻ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് അത് മാറി നിൽക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ദയവായിട്ട് ഇത് എല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കൂടിയിരുന്നുകൊണ്ട് ഈ കാര്യത്തിന് ഇതുപോലെ ആനകളെ, അധികമായിട്ടുള്ള ആനകളെ ഒക്കെ തന്നെ കാട്ടിൽ നിന്ന് പുറത്താക്കാൻ, കടുവകളുടെ എണ്ണം കൂടുതലാണ്. ആ എണ്ണം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ പുറത്താക്കി കുറേ ശല്യം ജനങ്ങൾക്ക് ഒഴിവാക്കുക. അതുപോലെ തന്നെ ആനകളൊക്കെ ഉള്ള ഇടങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കൃഷി ചെയ്യരുത്. ഒരിക്കലും കൈതച്ചക്ക കൃഷി അവിടെ അനുവദിക്കരുത്, ചക്ക അവിടെ അനുവദിക്കരുത്. ചക്കയുടെ മണം പിടിച്ചിങ്ങ് വരും. ദയവായിട്ട് റേഷൻ അവിടെ കൊണ്ടുപോയി കൊടുക്കുക. റേഷൻ കടകൾ അവിടെ വെക്കരുത്. അരിയുടെ മണം പിടിച്ച അരിക്കൊമ്പരങ്ങ് വരും. വേറെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം, അല്ലാതെ രക്ഷയില്ല. അവരിങ്ങനെ മണം പിടിച്ച് വന്നുകൊണ്ടിരിക്കും. അരിക്കൊമ്പം പോയി കഴിഞ്ഞാൽ അവൻ്റെ കൊച്ചുമോൻ വരും, അല്ലെങ്കിൽ മകൻ വരും. അതുകൊണ്ട് അതിൻ്റെ മണം പിടിച്ച് നൈസർഗികമായിട്ടുള്ള ചോദനകളാണ് അത് നയിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണവും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം, കടക്കണിയിൽ പെട്ടി നിൽക്കുന്ന കേരളത്തിന് ടൂറിസം വരുമാനം നാളത്തെ ഗവൺമെൻറ്റിനെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കും. ആ രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇതിൻ്റെ വനമേഖലയിൽ തന്നെ ഇതിൽ മരിച്ച ആൾക്കാരുടെ ആശ്രിതർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഏർപ്പാടും ആ വഴിയിൽ ചെയ്ത് ഈ വർഷം തന്നെ എത്ര പേരാണ് മരിച്ച പാവങ്ങൾ. അവർക്കറിയില്ലല്ലോ ഇതിങ്ങനെ ആയിത്തീരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ അവരൊന്നും കുടിയേറിയിട്ടുള്ളത്. ഇവിടെ ആദിവാസികൾ കുടിയേറിയിട്ടേ ഇല്ല, വനാവകാശികളാണ് ഇവർ. ആ അവകാശം തട്ടിയെടുത്തതും നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ്. ഇതെല്ലാം നമ്മൾ കാണണം, ഇതെല്ലാം നമ്മൾ കണ്ടേ പറ്റൂ. പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആനയ്ക്ക് പിന്നെ അറിയില്ല, ആന നമ്മളെപ്പോലെ പഠിച്ചിട്ടില്ലല്ലോ, സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലല്ലോ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ജീവിക്കണം, അത്രയേ ഉള്ളൂ. അല്ല നമ്മളെ ഉപദ്രവിക്കണമെന്നുള്ള ആഗ്രഹത്തിലല്ല. തീവ്രവാദികളെപ്പോലെ നമ്മളെ കൊന്നാൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ല അത് വരുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തടസ്സങ്ങളെ അത് പുലിയായാലും മാനായാലും ആരായാലും അതിന് ചവിട്ടി ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും. ദയവായിട്ട് അത് മനസ്സിലാക്കുക.
ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളെ ചിരിപ്പിക്കല്ലേ എന്ന് മാത്രമേ ജയരാജാദികളോട് തിരുവടികളോട് നമുക്ക് പറയാനുള്ളൂ.